ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റുബിൻസ് വ്ലോഗ്. ഇന്ന് നമുക്കൊരു റെസിപ്പി ആയാലോ. മക്രോണിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം അടുപ്പത്തേക്ക് വെക്കുക. കുറച്ച് വലിയ പാത്രം തന്നെ ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് കൂടുതൽ വെള്ളം തന്നെ വെക്കണം. അതിലേക്ക് പിന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നമ്മൾ വെച്ച വെള്ളം തിളക്കണമെന്നില്ല, നന്നായി ചൂടായാൽ മതി. അപ്പോൾ ഞാനിതാ മക്രോണി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 500 ഗ്രാം മക്രോണിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. മക്രോണി നമ്മൾ ചൂടായ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. നമുക്ക് പലതരം മക്രോണികളും അവൈലബിൾ ആണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഉറപ്പുള്ള ടൈപ്പ് മക്രോണിയാണ്. അതൊരു 20 മിനിറ്റോളം വേവുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് വെന്തോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അതൊരു അരിപ്പയിലേക്ക് ഊറ്റിയെടുക്കാം. മക്രോണി ഊറ്റിയെടുക്കുമ്പോൾ നമ്മൾ ഉറപ്പില്ലാത്ത മക്രോണി ആണെങ്കിൽ നമ്മൾ ഒരു 1/4 വേവേ ആക്കാൻ പാടുള്ളൂ. ഇത് ഞാൻ ഫുൾ വേവും ആക്കിയിട്ടുണ്ട്, കാരണം കുറച്ച് ഉറപ്പുള്ള ടൈപ്പ് ആയതുകൊണ്ടാണ്. ഉറപ്പില്ലാത്തതാണെങ്കിൽ നമ്മൾ 1/4 വേവാക്കിയതിന് ശേഷം അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പറ്റ ഒട്ടിയിട്ട് കട്ട പിടിക്കും. ഇത് കുറച്ച് ഉറപ്പുള്ള ടൈപ്പ് ആണെങ്കിൽ നമ്മൾ പച്ചവെള്ളം ഒന്നും ആക്കുകയും വേണ്ട, ഒട്ടിപ്പിടിക്കുകയില്ല കേട്ടോ. അങ്ങനെ നമ്മളെ മക്രോണിയൊക്കെ ഞാനൊരു അരിപ്പയിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിക്കാൻ ഉപയോഗിച്ച അതേ പാത്രം തന്നെ ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അത് വലിയ പാത്രം ആയതുകൊണ്ടാണ് ഞാൻ അത് തന്നെ വെക്കാൻ കാരണം നമുക്ക് ഇളക്കണമെങ്കിലും ആക്കണമെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള വലിയ പാത്രം തന്നെ വേണം. പിന്നെ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 സ്പൂണ് കടുക് പൊട്ടിച്ചെടുക്കുകയാണ്. 1.5 സ്പൂൺ എടുക്കാം കേട്ടോ കടുക്, കാരണം 500 ഗ്രാം ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള, ഒരു തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ സവാളയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായി ഒന്ന് ബ്രൗൺ കളർ ആയതിനു ശേഷമാണ് നമ്മൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നമ്മുടെ സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ, പേസ്റ്റ് ആക്കിയിട്ടില്ല, ചതച്ചതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നന്നായി ഒന്ന് ഇളക്കി അതൊന്ന് വാടി വരുന്നത് വരെ നമുക്ക് ഒന്ന് അടച്ച് വെക്കാം. അതാ നമ്മളെ സവാളയൊക്കെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം അത് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കിയതിന് ശേഷം അതിലേക്ക് നമ്മളെ തക്കാളി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. നമുക്ക് അതിലിട്ടിട്ട് അതിന് ശേഷം നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ മാഗി ക്യൂബില്ലേ, അത് 2 എണ്ണമാണല്ലോ ഒരു പാക്കിൽ ഉണ്ടാവുക. അത് 2 എണ്ണം നമ്മൾ 500 ഗ്രാമിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഒന്നായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഉപ്പ് അതിനനുസരിച്ച് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 2 ക്യൂബ്സും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ, നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ അതിലേക്ക് നമ്മൾ കുറഞ്ഞ മസാല ഇടാൻ പാടുള്ളൂ കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നമ്മൾ പാകത്തിന് മറ്റേ ക്യൂബ്സിനനുസരിച്ചുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതൊക്കെ ഓരോ ടീസ്പൂൺ വീതമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതൊക്കെ ഒന്ന് നന്നായി ഒന്ന് പച്ചമണം മാറുന്നത് വരെ വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചിക്കൻ പീസസ് ആണ് കേട്ടോ ഇടുന്നത്. 500 ഗ്രാമിലേക്ക് നമ്മൾ ഇഷ്ടമുള്ള അത്ര ഇടാം, പക്ഷെ ഞാൻ 300 ഗ്രാം ചിക്കനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള മസാലയും ചിക്കനും ഒന്ന് യോജിക്കുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്കൊരു 1/4 കപ്പോളം തിളച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് നന്നായി അതിൽ കിടന്ന് വേവട്ടെ. അതിന് ശേഷമാണ് നമ്മൾ മക്രോണി അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം അത് ചിക്കൻ വേവുന്നത് വരെ നമ്മൾക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഏത് കറികൾക്കായാലും ഏത് ഫുഡിനായാലും നല്ല സ്മെല്ലും ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കറിവേപ്പില യൂസ് ചെയ്യും. അതിടാൻ മറന്നുപോയിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ടത്. നമുക്ക് ചിക്കൻ വേവുന്നവരെ കാത്തിരിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, കാരണം ബോൺലെസ് പീസുകൾ ചെറുതാക്കി അരിഞ്ഞതാണ്. അപ്പോൾ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ആ ചിക്കനൊക്കെ കറക്റ്റ് വേവായിട്ടുണ്ട്.
ഇനി നമ്മളെ മക്രോണി വേവിച്ചത് നമുക്ക് അതിലേക്ക് കുറേശ്ശെ ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. മക്രോണി ഇട്ടതിന് ശേഷവും കൂടുതൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ ഇതൊക്കെ പൊടിഞ്ഞു പോകും കേട്ടോ. കുറച്ച് ഉറപ്പുള്ള ടൈപ്പ് ആയതുകൊണ്ട് ഒരു കേടും ഇതിന് സംഭവിക്കില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കറക്റ്റ് വേവാക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ. നമ്മളെ മസാലയും മക്രോണിയും എല്ലാം ഒന്ന് നന്നായി ഇതിൽ പിടിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായി ഒന്ന് ഇളക്കുകയാണ്. മസാല എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന രീതിയിൽ വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നന്നായി ഇളക്കിയതിന് ശേഷം നമ്മളെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ നല്ല മല്ലിയില എന്തായാലും വേണം. അതാണ് കേട്ടോ അതിൻ്റെ മെയിൻ ടേസ്റ്റ് വരുന്നത്. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടി മേലെ വിതറി കൊടുക്കുക. പിന്നെ അതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒന്ന് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ ഈ റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.